നമ്മുടെ ആരോഗ്യം നിലനിർത്താനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ? നല്ല ഫുഡ് കഴിക്കാറുണ്ട്, എക്സസൈസ് ചെയ്യാറുണ്ട് അല്ലേ? അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നല്ല സൗഹൃദങ്ങൾ. നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനും ആങ്സൈറ്റി, ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഒക്കെ നല്ല സൗഹൃദങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിലും സൗഹൃദത്തിന് വളരെ വലിയ പങ്കാണുള്ളത്. അതായത് സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ, ഇമോഷണൽ വെൽബീയിങ്ങിനൊക്കെ ഇത് അവരെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഫ്രണ്ട് സർക്കിൾ രൂപീകരിച്ച് കൊണ്ടുവരാനായിട്ട് പേരൻസിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് പ്ലേ ഡേറ്റ്സ് ഒക്കെ ഫിക്സ് ചെയ്യുന്നതിലൂടെയും ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഒക്കെ എൻകറേജ് ചെയ്യുന്നതിലൂടെയും നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. നല്ലൊരു സൗഹൃദത്തിന് വളരെയധികം ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ദയാശീലം, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും സൗമ്യമായിട്ട് അതൊക്കെ പരിഹരിക്കാനൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മളുടെ സൗഹൃദങ്ങൾ നമുക്ക് അവർക്കൊരു മാതൃകയായി കാണിച്ചു കൊടുക്കാവുന്നതുമാണ്. സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ ഹെൽത്തി ഫ്രണ്ട്ഷിപ്പും ഉണ്ട്, അല്ലാത്തതും ഉണ്ടല്ലേ? അപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നറിയാനായിട്ട് അവരുടെ ഫ്രണ്ട്സിനെ നമുക്ക് പരിചയപ്പെടാനായിട്ട് ശ്രമിക്കാം. അതിനോടൊപ്പം അവരുടെ ഇടയിൽ മാന്യതയും അതുപോലെ തന്നെ റെസ്പെക്റ്റും ഒക്കെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാവുന്നതാണ്. ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ കുട്ടിക്ക് സന്തോഷവും സുരക്ഷിതത്വവും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യവും നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. കൂടാതെ മോശമായിട്ടുള്ള സ്വാധീനങ്ങളെ കുറിച്ച് കൂടെ വളരെ സൗമ്യമായിട്ട് തന്നെ നമുക്ക് അവരിലൊരു അവബോധം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് വിനോദത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കാര്യമല്ല, അത് നമ്മുടെ സന്തോഷവും ആരോഗ്യവും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് കൂടിയാണ്.